الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعنده مفاتح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. ബഹുമാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ പടച്ചറപ്പിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് സൂക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തുക എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ചറപ്പ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു അനുഗ്രഹമാണ് ഒരു വെള്ളിയാഴ്ചയിലെ ജുമഅയും ആ ജുമഅക്ക് വേണ്ടി സ്ഥലത്തെത്തുകയും പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി തൻ്റെ ന്യൂനതകളെല്ലാം റബ്ബിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുന്ന ഒരു ഇരുത്തവും കൂട്ടായ്മയും. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുപോലെ വയനാട്ടിലെ ഒരു പള്ളിയിൽ ജുമഅ നിസ്കരിച്ച ആളുകൾ ഇമാമടക്കം 6 അടി മണ്ണിൽ എത്തിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദൗർബല്യം, അപാരമായ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ലോകത്തെ അവൻ വിസ്മയിപ്പിച്ചപ്പോൾ ചൊവ്വാഗ്രഹത്തിൻ്റെ അകത്തളത്തിലുള്ളത് എന്ത് എന്ന് പഠനം നടത്തി ലോകത്തോട് അഭിമാനത്തോടു കൂടി വിളിച്ചു പറയുന്ന മനുഷ്യൻ 14 ദിവസവും ടൺ കണക്കിന് ലോറിയും ഒരു മനുഷ്യനെയും തെരഞ്ഞിട്ട് ഭൂമിയുടെ ഒരു ഓരത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു ദുർബലത. ഖുലിഖൽ ഇൻസാനു ദഈഫ. എത്ര ദുർബലനായിട്ടാണ് അല്ലാഹു മനുഷ്യനെ പടച്ചത് എന്ന ഖുർആനിലെ ഒരു വാക്യം 2 ഇടത്ത് ആവർത്തിച്ചു വന്നൊരു വാക്യമാണ്. എത്രമേൽ ദുർബലനാണ് മനുഷ്യൻ. പ്രിയപ്പെട്ടവന്റെ മരണത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ഉണ്ടാകും. ഖുർആന്റെ മറ്റൊരു വാക്കാണ് വഅൻതും ഹൈനഇദിൻ തൻദുറൂൻ. നിങ്ങൾ കാഴ്ചക്കാർ മാത്രമാണ്. എന്തൊക്കെയോ അയാൾക്ക് സംഭവിക്കുന്നുണ്ട്. അയാൾ കണ്ണ് തുറിക്കുന്നുണ്ടാകണം, കൈകാലുകൾ വറക്കുകയും അത് പരസ്പരം കോർക്കുകയും ചെയ്യുന്നുണ്ടാകണം. കല്ലാ ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق
ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. ഖുർആൻ പറയാ, നിങ്ങളുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നിങ്ങളുടെ കൈ കണങ്കാലുകൾ പരസ്പരം കൂട്ടി ഉരസുമ്പോൾ അപ്പോഴാണ് ഏർപ്പാട് ഉറപ്പിച്ചു. സ്വപ്നങ്ങൾ അസ്തമിച്ചിരിക്കുകയാണ്, മോഹങ്ങൾക്ക് ചിതലരിക്കുകയാണ്, ജീവിതം വിട പറയുകയാണ്. ഞാനും ഒരുപാട് മയ്യത്തുകളുടെ കൂട്ടത്തില് ഒന്നാകാൻ പോവുകയാണ്, എന്നെയും വെള്ള പുതക്കാൻ പോവുകയാണ്. ഒരു ബോധങ്ങനെ വരുമ്പോ ഖുർആൻ അതാ പറയുന്നത്, മനുഷ്യനെത്ര ദുർബലനാണ്. നിങ്ങളെ പ്രിയപ്പെട്ടവന്റെ മരണത്തിന്റെ നേരത്ത് നിങ്ങളിങ്ങനെ നോക്കിക്കാണുന്നവർ മാത്രമാണ്. എന്ത് ചെയ്യണം എന്നറിയൂല. എല്ലാ ആശുപത്രി സംവിധാനങ്ങളും ബിഷപ്പ്മാരും കൈയൊഴിഞ്ഞു. വിവരമറിയിക്കേണ്ടവർക്കൊക്കെ അറിയിച്ചു കൊള്ളുക എന്നാണ് അവർ പറഞ്ഞത്. അത് മനുഷ്യൻ എത്ര ദുർബലനാണ്. അല്ലാഹുവിൽ അഭയമല്ലാതെ മനുഷ്യനൊന്നുമില്ല. അതുകൊണ്ടാണ് ഈമാൻ കാര്യം മാറണമെന്ന് കുട്ടിക്കാലം മുതൽ പഠിച്ച് അതിൽ 6-ാമത്തെ പ്രധാനപ്പെട്ട സംഗതി അൽ ഈമാനു ബിൽ ഖദർ, അല്ലാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം. എന്നിട്ട് പിന്നെ പറഞ്ഞു അൽ ഖൈറു വശർറു മിനല്ലാഹി തആല, നന്മയും തിന്മയും ഒക്കെ അല്ലാഹുവിൽ നിന്നാണ്. ജീവിതത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആനന്ദങ്ങളും മന്ദസ്മിതങ്ങളും അഭിവൃദ്ധികളും പുരോഗതികളുമൊക്കെ അല്ലാഹു ദാനം തരുന്നതാണ്. രോഗങ്ങളും മരണങ്ങളും ക്ലേശങ്ങളും ദാരിദ്ര്യവും അതും അല്ലാഹു തരുന്നത് തന്നെ. അൽ ഖൈറു വശർറു മിനല്ലാഹി തആല. മനുഷ്യനത് ബോധ്യപ്പെടുത്താവുന്ന അനേകം സംഗതികൾ ഇങ്ങനെ ബോധ്യപ്പെടുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അവിടുന്ന് എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅ്മതിക, പടച്ചവനെ നീ തന്ന അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നിൽ ഞാൻ അഭയം തേടുന്നു. വ തഹവ്വുലി ആഫിയതിക, നീ തന്ന ആരോഗ്യം നശിച്ചു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. വ ഫുജ്അതി നിഖമതിക, പെട്ടെന്ന് നിന്റെ ശിക്ഷ വരുന്നതിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. വ ജമീഇ സഖതിക, നിന്റെ എല്ലാ കോപത്തിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു റബ്ബേ. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ആ പ്രാർത്ഥന വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ദുരന്തങ്ങളിൽ ഒരുപാട് കഥ പറയുന്നു. കാതുകളുള്ളവനെ ഹൃദയമുള്ളവനെയും അതൊരുപാട് ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നു. അദൃശ്യത്തിന്റെ ഖജനാവുകൾ അല്ലാഹുവിങ്കലാണ്, അവന് മാത്രം അറിയും. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അവനല്ലാതെ അതറിയുകയില്ലല്ലോ. നാളെ എന്തൊക്കെ സംഭവിക്കും ആർക്കറിയാം. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് വാറസ് ഇബ്നു അംർ എന്ന മനുഷ്യൻ നബിയെ ചോദ്യം ചെയ്തപ്പോ ചോദിച്ച ഒരു ചോദ്യം, ഞാൻ നാളെ എന്ത് ചെയ്യും എന്ന് നിനക്ക് പറയാനാകുമോ? നീ സത്യനബിയാണെങ്കിൽ നീ ഒന്ന് പറ, ഞാൻ നാളെ എന്തൊക്കെ ചെയ്യും? വഹി വരണം, അതിന് മറുപടി ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. 5 ചോദ്യം അയാൾ ചോദിച്ചതിൽ ഒരു ചോദ്യം അതാണ്. അതിലെല്ലാം അല്ലാഹു 5 ചോദ്യത്തിന്റെയും ഉത്തരം പറയുന്ന ലുഖ്മാൻ സൂറത്തിലെ അവസാനത്തെ ആയത്തിൽ 43-ാമത്തെയും അവസാനത്തെയും ആയത്ത് നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് നാളെ എന്ത് ഒരാളുടെ അവസ്ഥ അത് അല്ലാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു പ്രവചനവും സാധിക്കില്ല, ഒരു ജ്യോത്സ്യനും സാധിക്കില്ല, ഒരു കണക്ക് നോട്ടക്കാരനും കഴിയില്ല, ഒരു ഭാഗ്യ നിരീക്ഷണം നടത്തുന്നവനും സാധ്യമല്ല. ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലുള്ളതും കടലിലുള്ളതും അവനാണ് അറിയുന്നത്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു ഇല വീഴുന്നത് പോലും അവൻ അറിയുന്നു. ചില മരണ്ടാകും ലോകത്ത്, ഖുർആന്റെ പ്രയോഗമാണ്. ആ ഇല ഇതിൽ വീഴുന്നത് അല്ലാഹു അറിയുന്നു. വമാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർള്, ഭൂമിയുടെ ഇരുട്ടിൽ കിടക്കുന്ന വിത്തുകളെയും അവൻ അറിയുന്നു, ധാന്യമണികളെയും അവൻ അറിയുന്നു. അത് വലാ റത്ബിൻ
വലായ അബിസിൻ, ചിലത് ഉണങ്ങിയതാകാം, ചിലത് പച്ച തളിർത്ത് നിൽക്കുന്നതാകാം. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അതൊക്കെ അല്ലാഹുവിന്റെ അടുത്ത് വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ പാടേണ്ട മനുഷ്യൻ. ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും മനുഷ്യൻ കുഴപ്പമുണ്ടാക്കി. ബിമാ കസബത് അയ്ദിന്നാസ്, അതെല്ലാം അവന്റെ കരങ്ങൾ ചെയ്തത് തന്നെ. ലിയുദീഖഹും ബഅ്ളല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ, അനിയന്ത്രിതമായ പ്രകൃതിയുടെ ചൂഷണം അത് അവർക്ക്, അവരിൽപ്പെട്ട ചില ആളുകൾക്ക് തന്നെ അത് ദോഷകരമായി ഭവിക്കുന്നു. മനുഷ്യനെ ചിന്തിപ്പിക്കുക, എപ്പോഴാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്? ഖുർആന്റെ ചില ആയത്തുകൾ വിസ്മയം തോന്നിപ്പോകും. രാത്രി ഉറങ്ങാൻ കിടന്ന മനുഷ്യന്മാർ, അവർ പിന്നെ ഉണർന്നില്ല, അവരെവിടെയെന്ന് പോലും അറിയില്ല, മരിച്ചോ ജീവിച്ചോ എന്ന് പോലും ഉറപ്പില്ല. രക്ഷപ്പെട്ട കുടുംബത്തിലെ ഒരാൾ പറയാ, 11 പേരെയും കാണാനില്ല, ഞാൻ മാത്രം ബാക്കി. എൻ്റെ 11 ആളുകളെവിടെ? ഒന്നിച്ച് രാത്രി കടന്നതാണ്, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചതാണ്, എന്തെല്ലാം പ്ലാനുകൾ ചെയ്തതാണ്, ജീവിതം എത്ര മനോഹരമാണ്. ആർക്കും അറിയില്ല എവിടെയാണ്, എന്താണ്, ഒന്നും അറിയുന്നില്ല മനുഷ്യൻ. അല്ലെ, അഫ അമിന അഹ്ലുൽ ഖുറാ, ആ ഗ്രാമക്കാര് നിർഭയ തൂകുന്നുവോ? അന്തഹും ബക്സുനാ ബയാതൻ, രാത്രി സമയത്ത് അവർക്ക് ശിക്ഷ വരുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ദുരന്തം വരും. വഹും നായിമൂൻ, അവരുറങ്ങിക്കിടക്കുകയാണ്. ആ ഉറക്കം അത് അവസാനത്തെ ഉറക്കമാണെന്ന് ആരറിഞ്ഞു? അതുകൊണ്ടാണ് ഓരോ ദിവസവും രാവിലെ ഒരു ദുആ പഠിപ്പിച്ച് നമ്മളെ. എത്ര പേര് ജീവിതത്തിൽ പകർത്തി എന്നറിഞ്ഞൂടാ. എണീറ്റാൽ നിങ്ങൾ ദുആ ചെയ്യണം, അൽഹംദുലില്ലാഹ് അല്ലദീ, പടച്ചവനെ നിനക്കാണ് സർവസ്തുതിയും, നീയാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്. ബഅദമാ അമാതന അല്ലദീ അഹ്യാന ബഅദമാ അമാതന, ഈ മരണത്തിന് ശേഷം ഞങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിച്ച റബ്ബേ നിനക്ക് സ്തുതി. വഇലൈഹിൻ നുശൂർ, പങ്കലേക്ക് തന്നെ ഞങ്ങൾ മടങ്ങുകയും ചെയ്യുന്നു. ആ രാത്രി ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ വിശ്വാസിയുടെ ദുആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. രാത്രി അവസാനത്തെ ഉറക്കം ചിലപ്പോൾ ആയി മാറിയേക്കാം. തസവ്വദ മിനദ് ദുനിയാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി വകം മിൻ ഫതൻ യുംസി വയുസ്ബിഹു ആമിനാ വഖദ് നുസിജത് അക്ഫാനുഹു ഫഹുവ ലാ യദ്രി. ചെറുപ്പക്കാര് ജീവിതം എത്ര ആനന്ദകരം എന്ന് കരുതി തള്ളി നീക്കുന്ന സുഖകരമായ നിമിഷങ്ങൾ, പക്ഷേ ആ പാവങ്ങൾ അറിയുന്നില്ല. അവരെ പൊതിയാനുള്ള കഫന്തുണി മില്ലിൽ നിന്ന് പുറത്ത് വന്നിട്ട് അത് കടയുടെ ചില്ലലമാരയിൽ അടുക്കി വെച്ചത് അവർക്ക് അറിഞ്ഞുകൂടാ. ഈ രാത്രി നേരം പുലരുമെന്ന് നീ ഉറപ്പിക്കണ്ട. തസവ്വദ മിനദ് ദുനിയാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. പ്രഭാതം വരെ നീ ഉണ്ടാകുമെന്ന് ആരറിഞ്ഞു? ഇതാണ് മനുഷ്യന്റെ ഗ്യാരണ്ടി. വാങ്ങിയ സാധനത്തിനൊക്കെ ഗ്യാരണ്ടി ഉണ്ട്. അതിന് 10 കൊല്ലാണ്, ഒന്ന് 20 കൊല്ലാണ്, ഒന്ന് 25 കൊല്ലാണ്, ഒന്ന് ലൈഫ് ടൈമാണ്, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇവനൊരു ഗ്യാരണ്ടി ഇല്ല. അത് വാങ്ങി ഇവിടെ എത്തിക്കൊള്ളുന്നില്ല. ജീവിതത്തിന്റെ പുഷ്കലമായ കാലത്തും നമ്മളിൽ നിന്ന് ഞെട്ടറ്റു പോയ എത്ര പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹു അവരുടെ ഖബറിടം സ്വർഗ്ഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ മരണപ്പെട്ടവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ഷമിക്കാൻ ശേഷിച്ചവർക്ക് ഈമാനും തഖ്വയും അല്ലാഹു പ്രദാനം ചെയ്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ പാടാണ്. മനുഷ്യൻ അഹങ്കാരത്തിന് ഏൽക്കുന്ന കനത്ത ക്ഷതമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരു നിവേദനം കാണാം. തുർമുദി ഉദ്ധരിക്കുന്നുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖസഫുൻ വമസ്ഖുൻ വഖദഫുൻ. എൻ്റെ സമുദായത്തിന്
ഗ്രഹണമുണ്ടാകും, എൻ്റെ സമുദായത്തിന് ഭൂമി ഇളകിപ്പോകും, എൻ്റെ സമുദായത്തിന് ഭൂകമ്പങ്ങളുണ്ടാകും എന്നൊക്കെ പറയുന്ന ഭാഗം. ഫഖാല റജുലുൻ മിനൽ മുസ്ലിമീൻ, ഒരാളത് പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൻ ദാക, എപ്പോഴാണ് അതുണ്ടാകുക? സമുദായത്തിന് അതുണ്ടാവുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ നബിയെ, എപ്പോഴാണ് അതുണ്ടാകുക? അപ്പൊ പറഞ്ഞു, ഇദാ ലഹറത്തിൽ ഖൈനാത്ത്, നിങ്ങളുടെ പെണ്ണുങ്ങൾ നഗ്നതയുടെ വസ്ത്രം ധരിക്കാൻ തുടങ്ങുന്ന കാലം. ഏത് കാലമാണെന്ന് ആരോടും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. നിങ്ങളുടെ സ്ത്രീകൾ നഗ്നതയുടെ വസ്ത്രമുണ്ട്, പക്ഷെ നഗ്നമാണ്. ഖിയാമത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയാ, തുർമുദി ഉദ്ധരിക്കുന്ന റിപ്പോർട്ട്, വൽ മഗാസിഫ്, സംഗീത ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗവും, വശുരിബത്തിൽ ഖുമൂർ, മദ്യപാനത്തിന്റെ വ്യാപനവും. തുർമുദിയുടെ റിപ്പോർട്ടാണ്. എല്ലാം പുതിയ കാലത്തിന്റെ നെഞ്ഞത്ത് ഒട്ടിച്ചു വെക്കുന്ന പോലെ ചിന്തിക്കുന്ന മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങൾ ഒരുപാട് വികാസം കൊള്ളുന്ന പോലെ. അതുകൊണ്ട് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒരുപാട് സംഗതിയാണ്. ഇത് വെച്ചിട്ട് ആളുകൾ മതത്തെ കളിയാക്കുന്നു. നിങ്ങളെ റബ്ബെന്തേ കാക്കാഞ്ഞത്? എന്തേ വിശ്വാസികളെ അല്ലാഹു കാക്കാഞ്ഞത്? ആളുകൾ ചോദിക്കുക. അപ്പൊ പുതിയ തലമുറയിലെ നമ്മുടെ കുട്ടികൾ പറയാ, അതൊരു ചോദ്യമാണല്ലോ, പടച്ചോൻ എന്താ ഇങ്ങനെ കാത്തുവിടായിരുന്നോ? എന്തേ വിശ്വാസികളൊക്കെ നശിപ്പിച്ചത്? ഖുർആൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ഫിത്തന വരുമ്പോ വത്തഖൂ ഫിത്തനത്തല്ല തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളിൽ നിന്ന് അക്രമം ചെയ്തവരെ മാത്രമല്ല ഒരു ശിക്ഷ പിടികൂടുക, വരുമ്പോ എല്ലാവർക്കും വരും. ഇന്ന ആളെന്ന് കണക്കാക്കി വരൂല. അതിൽ നല്ലവനും അല്ലാത്തവനൊക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതനിരാസമുള്ളവന് പറയാൻ കഴിയാത്ത കുറെ മറുപടികളുണ്ട്. മലപ്പുറം ജില്ലയിലെ പ്രമുഖനായ ഒരു യുക്തിവാദി തൻ്റെ സുഹൃത്തിന്റെ 13 വയസ്സുള്ള മകന്റെ മരണം അറിഞ്ഞിട്ട് ആ വീട്ടിൽ ചെല്ലുന്ന രംഗമുണ്ട്. പറഞ്ഞാൽ നിങ്ങൾക്ക് പേരൊക്കെ അറിയാം, പറയേണ്ട കാര്യമില്ല. ആ വീട്ടിൽ ചെല്ലുക. അധ്യാപകനായ തൻ്റെ ആ സുഹൃത്ത് ഇങ്ങനെ അന്തപ്പെട്ട് നിൽക്കുന്നുണ്ട്. 13 വയസ്സെന്ന് പറയുമ്പോ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ പൊട്ടിമുളക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു മകൻ. ആ മകൻ മരിച്ചില്ല, ഒരു അപകടത്തിൽ മകൻ മരണപ്പെട്ടു. ആശ്വസിപ്പിക്കാൻ ചെന്ന ഈ യുക്തിവാദിയായ, ഈ പുരോഗമനവാദിയായ മനുഷ്യങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അയാളെ കൈപിടിച്ചപ്പോ ആ അധ്യാപകൻ തിരിച്ചു പറഞ്ഞൊരു വാക്കാണ് ഇയാളെ ഞെട്ടിപ്പിച്ചത്. സാരമില്ല, ദുനിയാവിൽ എൻ്റെ മകൻ അല്ലത്രേ കണക്കാക്കിയിട്ടുള്ളൂ, ബാക്കി പരലോകത്ത് വെച്ച് എൻ്റെ മകൻ എനിക്ക് കാണാം എന്ന് അയാൾ പറഞ്ഞപ്പോ ഇയാൾ പിന്നെ ഒരു ലേഖനം എഴുതുക, വിശ്വാസി ജയിക്കുന്ന ഇടങ്ങൾ എന്ന് പറഞ്ഞിട്ട് അയാളെ ലേഖനം എഴുതുക. അതിൽ പെട്ടെന്നതായിരുന്നു. നിരീശ്വരവാദിക്ക് മറുപടിയൊന്നുമില്ല, എന്ത് പറയാൻ? അവിടെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തെങ്ങനെ ചെയ്ത് ദുർമരണം എന്ന് പറഞ്ഞ മരണം ഇസ്ലാമിലില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ദുർമരണം, പ്രകൃതി ദുരന്തം, ദുർമരണം ഒന്നുമില്ല. രക്തസാക്ഷിക്ക് ഒരുപാട് പ്രതിഫലം പറഞ്ഞ മതമാണ് ഈ മതം. രണാങ്കളത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അദ്ദീനു അൽ ഉൽയ കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, ഈ മതം അത്യുന്നതമാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി രണാങ്കളത്തിൽ പോരാടി മരണപ്പെട്ടവന്, രക്തസാക്ഷിക്ക് വളരെ പ്രതിഫലം. സുവർഗത്തിൽ അവൻ പാറിപ്പറക്കുന്നത് ഉന്നതമായ ശ്രേണിയിലായിരിക്കുമെന്ന് പുണ്യപ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടും ഉള്ളതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശഹാദതു സബ്ഉൻ സിവൽ ഖത്ലി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സമരം, ആ സമരം പോലെ തന്നെ അതല്ലാത്ത വേറെയും 7 ശുഹദാക്കളുണ്ട്. വേറെയും 7 പേർക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട്. അതിലൊന്ന് പറയുന്നത് അൽ മത്ഊനു ഷഹീദ്, ക്രൂരമായി വെട്ടും കുത്തുമേറ്റവൻ. യുദ്ധത്തിൽ പങ്കെടുത്തൊന്നുമല്ല, അയാളെ ആളുകൾ വെട്ടിക്കുത്തി കൊലപ്പെടുത്തി, അയാൾക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലമാണ്. വൽ മബ്തൂനു ഷഹീദ്, ഉദരരോഗം കൊണ്ട് മരണപ്പെട്ടവൻ, അയാൾക്കും രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട്. വൽ ഗരീഖു ഷഹീദുൻ, വെള്ളത്തിൽ മുങ്ങി മരിച്ചവനും രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട്. വസ്വാഹിബുൽ ഹദ്മി ഷഹീദ്,
കെട്ടിടം വീണിട്ട് അതിന്റെ താഴെപ്പെട്ട് മരണപ്പെട്ടവനും രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട്. പക്ഷാഘാതം വന്നിട്ട് മരണപ്പെട്ടവനും രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട്. ഷഹീദ്, പകർച്ചവ്യാധി വന്നിട്ട്, നിപ്പ, കൊറോണ, അങ്ങനെ കുറെ പേരുകൾ നമുക്കറിയാലോ, അതൊക്കെ വന്നിട്ട് മരണം സംഭവിച്ചവനും രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട്. വൽമർഅതു തമൂതു ബിജംഇൻ ഷഹീദ, ഗർഭസ്ഥ ശിശുവുമായിട്ട് മരണപ്പെട്ട കുറെ പെണ്ണുങ്ങളുണ്ടാകാം, അവർക്കും രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട്. നസായി ഉദ്ധരിക്കുന്ന ദീർഘമായ ഒരു ഹദീസിന്റെ ഭാഗത്ത് അത് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുരന്തങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് പാഠമാണ്. ആ പാഠം പഠിക്കുകയും ജീവിതം ക്രമപ്പെടുത്തുകയും അത് നന്നാക്കുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.